പോയകാല മലയാള സിനിമയിലെ തലയെടുപ്പുള്ള നടന്മാരിൽ ഒരാളാണിത്. ക്രൗര്യത മുറ്റിയ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ പേടിപ്പിക്കുകയും അതേ അളവിൽ തന്നെ ജീവൽ സ്പർശികളായ വേഷങ്ങളിലൂടെ കാണികളിൽ കഥനം നിറയ്ക്കുകയും ചെയ്ത അഭിനേതാവ്. ഈ മനുഷ്യന് പകരം പറയാൻ മലയാളത്തിന് മറ്റൊരു നടനില്ല. മറക്കാനാവുമോ ജോസ് പ്രകാശിനെ? പാട്ടുകാരനായി വന്ന് അഭിനേതാവായി വേഷം മാറി സിനിമയിൽ 6 പതിറ്റാണ്ടായി നിറഞ്ഞു നിന്ന ഒരാളുടെ ഇന്നത്തെ ജീവിതം ഈ മുച്ചക്രവണ്ടിയിൽ ഇവിടെ വട്ടം ചുറ്റുന്നു. ഇദ്ദേഹം സിനിമയിലേക്ക് നടന്നെത്തിയ വഴികളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഓർക്കുകയാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ താളവാദ്യങ്ങൾ അതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. അന്നത്തെ താളവാദ്യങ്ങൾ കേൾക്കാൻ കിട്ടുന്ന ചെണ്ടയേ ഉള്ളൂ. ആ ചെണ്ട അമ്പലത്തിലല്ലേ ഉള്ളൂ. അപ്പോൾ വീടിനടുത്തൊരു അമ്പലമുണ്ട്. അവിടെ ഉത്സവം വരുമ്പോൾ ഞാൻ ഇത് ചെണ്ട കൊട്ട് കേൾക്കാൻ പോകും. വലിയ ഇൻട്രസ്റ്റ് താളം പിടിച്ചിരിക്കുന്നതേ. അപ്പോൾ അത് സംഗീതമാണല്ലോ. അങ്ങനെ സംഗീതത്തോട് വലിയൊരു ആഭിമുഖ്യം ചെറുപ്പം വല്ലതും ഉണ്ടായിരുന്നു. പാട്ട് കേൾക്കാനും പഠിക്കാനും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ അതാണ് ഒരു തടസ്സമെന്ന് പറയാൻ സംഗീതത്തോടെ ആഭിമുഖ്യം വരാൻ കാര്യം അതാ. പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ ഞാൻ പാടുമായിരുന്നു ഈ മീറ്റിങ്ങിനൊക്കെ. അപ്പോൾ അച്ഛന്മാർ പാടിക്കും. അത് വെച്ചുകൊണ്ട് സ്കൂളിലെ അധ്യാപകരൊക്കെ എന്നെ ഫാദറിനോട് നിർബന്ധിച്ചു സംഗീതം പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന്. ഫാദറിനും താല്പര്യമില്ല. പുള്ളി പറഞ്ഞോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറേ പാട്ട് പഠിച്ചിരുന്ന കാര്യം, സ്കൂളിൽ വല്ല 4 അക്ഷരം പഠിക്കട്ടെ എന്നും പറഞ്ഞ് അത് നിരുത്സാഹപ്പെടുത്തി കളഞ്ഞു. ഈ ഡ്രാമയും അല്ലെ സിനിമയോ അല്ലെങ്കിൽ അമ്പലത്തിലെ ചെണ്ടോട്ടമോ ഒക്കെ കാണാൻ പോകുന്നതിന് പുള്ളി വളരെ വിരോധമാണ്, വഴക്ക് പറയും, അടിക്കുകയും ചെയ്യും. അതായിരുന്നൊരു തടസ്സം. എന്നാലും മനസ്സിൻ്റെ ആഗ്രഹം പോവുകയല്ലോ, അതങ്ങനെ കിടക്കും. സ്കൂളിലെ കാര്യങ്ങളേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് അതാ, കലയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു. അന്നത്തെ എന്ന് പറഞ്ഞാൽ നാടകം കാണാൻ പോകാൻ സാധിക്കില്ല, വിടുകയില്ല. പിന്നെ സിനിമ കാണാൻ ഒളിച്ചു പോകുമായിരുന്നു. വീട്ടിൽ നിന്ന് അറിയാതെ സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോകും. അതിന് വഴക്ക് കേൾക്കും, തല്ലുകൊള്ളും. അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയാം. പാട്ടിനോടായിരുന്നു അടുത്ത ചങ്ങാത്തം. എങ്കിലും സ്കൂൾ നാടകങ്ങളിൽ വേഷമിടാൻ അവസരം കിട്ടിയപ്പോൾ അഭിനയത്തോടൊപ്പം ആവേശമായി. കലാരംഗത്ത് സ്വയം അറിയിക്കാൻ മോഹിച്ച കുട്ടിക്കാലത്ത് ജോസ് പ്രകാശിന് കുടുംബത്തിൽ നിന്നും പ്രോത്സാഹനമുണ്ടായില്ല എന്ന് മാത്രമല്ല, കുടുംബനാഥനായ അച്ഛനിൽ നിന്ന് അതിന്റെ പേരിൽ തല്ലും ശകാരവും ഏറെ കിട്ടുകയും ചെയ്തു. കടുത്ത ശിക്ഷകൾ ഏറ്റുവാങ്ങിയിട്ടും ജോസ് പ്രകാശ് തന്നിൽ നിറയുന്ന സംഗീതത്തെയോ അഭിനയ ആഗ്രഹത്തെയോ ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. പിന്നെ അതെ, വീട്ടിലെ എതിർപ്പ് കൂടി വന്നു. വലിയ മർദ്ദനമൊക്കെ ആയി, അടിയും പിടിയും ബഹളവും വഴക്ക് പറച്ചിലും. ഈ അടിപിടിയേക്കാൾ കൂടുതൽ വഴക്കാണ് സഹിക്കാൻ മേലാത്തത്. അപ്പോൾ ഫാദർ വീട്ടിൽ ഇറങ്ങിപ്പോടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് മനം നൊന്ത് പെട്ടെന്നൊരു ഇതിൽ 4th കിലോമീറ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു തീരുമാനം എടുത്തോ, ഈ വഴക്ക് കെട്ടി നിൽക്കുന്ന എന്തിനാ. അന്ന് മിലിറ്ററി ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അന്ന് യുദ്ധം നടക്കുക. പട്ടാളത്തിൽ പൊക്കളയാൻ സ്വയം അങ്ങ് തീരുമാനിച്ചു. പോയി പട്ടാളത്തിൽ ചേർന്നു. അന്ന് 17 വയസ്സേ ഉള്ളൂ. അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന് 7 കൊല്ലം പട്ടാളത്തിൽ സെർവ് ചെയ്തു. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ അവിടെ കൽക്കട്ടയിലാണ്. അത് കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞ് യുദ്ധമൊക്കെ തീർന്നപ്പോൾ അവിടുന്ന് റിലീസ് കിട്ടി. വീട്ടിൽ പോകാനുള്ള അനുവാദം കിട്ടി. വേണമെങ്കിൽ തുടരാം, ഇല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ എന്തായിരുന്നു, വിദ്യാഭ്യാസം കുറവാണല്ലോ, അതുകൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഫാദർ എന്തെങ്കിലും തൊഴിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇന്നൊരു പല തൊഴിലുകൾ ആലോചിച്ച് കൊടുക്കും. തേയില ബിസിനസ്, തേയില റീറ്റെയിലായിട്ട് വിൽക്കാനേ അതിൻ്റെ കടയൊക്കെ സംഘടിപ്പിച്ച് അത് ഇട്ട് തന്ന് അവിടെ നിന്ന് തേയില കച്ചവടം തുടങ്ങി.